ചെയ്തതിനൊക്കെ ഞാൻ പ്രതികാരം വീട്ടോ. ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞതല്ലേ നിന്നോടൊക്കെ. ഞാൻ വരുമോടാ, ഞാൻ വരുമോടാ. സുക്കിമോളെ, മോളെ നീ വന്നോ? എന്താ നിനക്ക് പറ്റിയത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ആകെ പേടിച്ചു പോയി. എന്റെ മുഖത്തോട് കൈയെടുക്ക്. എന്താ എന്താ പറ്റി മോളെ? എന്റെ മുഖത്ത് ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല, കേട്ടല്ലോ? ആ സ്വാമി, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയോ? ആ സ്വാമി, ഇവിടെ എല്ലാം റെഡിയാ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങളൊന്ന് വന്നാ മതി. ആ ശരി സ്വാമി, ശരി ശരി. ആ ശരി സ്വാമി, എല്ലാം പറഞ്ഞ പോലെ. മക്കളെ, സ്വാമി അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞേ. അതെ അമ്മേ. മോളെ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ലേ? പശുവിനെ പറന്നു പോയിട്ടില്ലല്ലോ? ഇല്ലമ്മേ, മറന്നിട്ടില്ല. ഇനി പശുവിനെ കൂട്ടി കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്റെ മോനെ, നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ വീടിന് എന്തോ ദോഷം വന്നിട്ടുണ്ട്, അതങ്ങ് മാറി കിട്ടാൻ വേണ്ടി ഈ പൂജ നടത്തിയേ പറ്റും. നിങ്ങളെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്. മോളെ, നീ പോയ പശുവിനെ കൊണ്ടുവാ. ശരി അമ്മേ. എന്റെ ഈശ്വര, എല്ലാം വിചാരിച്ച പോലെ ഭംഗിയായി പൂർത്തിയായാ മതി. ഓരോ അന്ധവിശ്വാസങ്ങള് എന്തെങ്കിലും ചെയ്യട്ടെ. ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു. എനിക്കിതെന്താ സംഭവിക്കുന്നു? എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു. എന്താത് എന്താത്? എന്നെ തകർക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും എന്നെ തകർക്കാൻ കഴിയില്ല. ഈ നീലി ആരാണെന്നുള്ള സത്യം ഒരിക്കലും ഇവരറിയാൻ പാടില്ല. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. എന്താ അവള് പറഞ്ഞതിനർത്ഥം? ആ മോളെ, എല്ലാം റെഡിയാ. എന്തിനാ മോളെ ഈ പശു? അതെയോ, ആ കുഴപ്പമില്ല മോളെ. മോളെ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. സമയമാകുമ്പോ മോള് വിളിച്ചാ മതി. വാ പശു, വാ വാ. കാർത്തിയാനിക്ക് സുഖമല്ലേ? ആ സ്വാമി, അങ്ങനെ പോകുന്നു. ശിഷ്യന്മാരെ വരുവിൻ. എന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആര് വിജയിച്ചാലും നടക്കില്ല. പൂച്ച നിർത്താൻ തുടങ്ങി. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇവിടെ നിന്റെ ഒരു കളിയും നടക്കില്ലാന്ന് എനിക്കറിയാലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ പാവം, അവസ്ഥ കണ്ടില്ലേ? കാണുമ്പോ സങ്കടാവുന്നു. വിഷമിക്കണ്ടെന്നേ, ഇത്രയും നിനക്ക് യോഗമാണെന്ന് നീ വിചാരിച്ചാ മതി. ഈ ചുക്കിയോടെ അവളുടെ ഒരു കളി. വേണ്ട വേണ്ട വിചാരിച്ചാ നീ സമ്മതിക്കില്ല അല്ലേ? എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പൂജാരി വന്നു, നീ നോക്കിക്കോ. നിന്റെ എല്ലാ കളക്കളയും പൊളിയാൻ പോവാ. നിന്നെ ഞാനിന്ന് കണ്ണിക്കിടക്കുന്നേ. ഇതെന്താ നിന്റെ കയ്യില്? വേണ്ട വേണ്ടാന്ന് ഞാൻ വിചാരിച്ചാ നീ സമ്മതിക്കില്ല അല്ലേ? വാ, ഇതിൽ വന്ന് കേറ്. ഇല്ല ചുക്കി, നിന്നോട് പറയുന്നത് കേട്ടതിലേക്ക് കയറ്. ചുക്കി, പറയുന്നത് കേൾക്കുന്നത് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ കേറൂല. വേണ്ട വേണ്ട. അയ്യോ, ഇതെങ്ങനെ ഞാൻ അവളുടെ അടുത്തേക്ക് തന്നെ വരുന്നത്? അയ്യോ വേണ്ട വേണ്ട, പറയുന്നേക്ക് എന്നെ വിടാൻ. ഇതിന്റെ ഉള്ളിൽ നിന്ന് നിനക്ക് ഇനി ഒരു മോചനമില്ല ചുക്കി. എന്നെ വിട്. വരൂ സ്വാമി, ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈശ്വരാ, വീട്ടിലെല്ലാരും ഇങ്ങോട്ട് വിളിക്കുക. ശരി സ്വാമി. മോളെ ചുക്കി, വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. അമ്മേ, ഞാൻ കുടുങ്ങി അമ്മേ. ഇവിടെ ഇരിക്കുന്നേ. മോളെ ചുക്കി, എന്താ അമ്മേ? വാ മോളെ, വീട്ടിലെ പൂജ കഴിക്കാൻ പൂജാരി വന്നിട്ടുണ്ട്. വാ, എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മേ അമ്മേ അമ്മേ, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ശരി അമ്മ, ഞാൻ വരാം. മോളെ വേഗം വരണേ. അമ്മേ വരാം. അമ്മ നടന്നു. നിണ്ടി പോവരുത്, കേട്ടല്ലോ? ഇവിടെ പൂജാരി, തനിക്കുള്ളത് തരാൻ ഞാൻ വരുന്നുണ്ട്.
ഇനി ഞാൻ എങ്ങനെ നിന്നെ കിടന്ന് രക്ഷപ്പെടാ? എന്നെ രക്ഷിക്കാൻ ആരാ വരിക? എന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ. ഞാൻ എങ്ങനെയാ നിന്നെ കിടന്ന് രക്ഷപ്പെടാ? പ്രശ്നമുണ്ടോ? എടാ പൊട്ടാ, എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണേ. നീ ഒന്നും മിണ്ടാതിരിക്കും. ഈ വീട് വാങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 10-20 ദിവസമായിട്ടുള്ള സ്വാമി. അന്ന് മുതൽ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഒന്നിനു പുറകെ പ്രശ്നങ്ങളാ. എന്ത് പറ്റി സ്വാമി? ശിഷ്യനുമായിട്ടൊരു മുറുമുറുപ്പ്. എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുക. ശരി സ്വാമി. മോളെ, അവരേക്ക് ഇങ്ങോട്ട് വിളിക്കേ. തൊട്ടിൽ പോലും നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ സ്വാമി. എന്താ എല്ലാരും പേര്? സ്വാമി, ഞാൻ രുക്മിണി. സ്വാമി, ഞാൻ ചന്ദ്രമുഖി. ഞാൻ ചുക്കി. ഞാൻ അഞ്ജലി. അടിപൊളി പേരാണല്ല. എന്താ സ്വാമി പറഞ്ഞേ? ഉണ്ടല്ലേ, മാമ നോക്കട്ടെ. പത്ര തോളാച്ചി മറിയുന്നവർക്ക് ഒരിക്കലും എൻ്റെ അമ്മ വന്ന് കൂട്ടുകാരനും കൂടെ വന്ന് എന്ത് പറ്റി ഒന്നുമില്ല, അയ്യോ പറ്റിച്ച്. നോക്ക് ചന്ദ്രമുഖി, സ്വാമി എന്തോ കാര്യമായ ധ്വാനത്തിലാ. ഹോമം വേണം സ്വാമി. വീണ്ടും വേണം? ഞാൻ പറഞ്ഞ പശുവിനൊക്കെ സെറ്റ് ആക്കിയിട്ടില്ലേ? ഓ, ഈ പൊട്ട സ്വാമി എല്ലാം കൊളാക്കും. അതായത് സ്വാമി ഉദ്ദേശിച്ചത് തരപ്പെടുത്തിയിട്ടില്ലേന്നാ ചോദിച്ച. എന്നാ ഇങ്ങോട്ട് കൊണ്ടുവരിക. നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരിക. എടോ, പശുവിന് വെച്ച് എന്താ പ്ലാൻ? അവനൊന്നും മിണ്ടാതിരിക്കോ, കിട്ടുന്നതിന്റെ പകുതി ഷെയർ തനിക്കും തരാം. ഓ ശരി എന്നാ മതി. നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കുക.